ഇടുക്കിയിൽ കനത്ത കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടം. വിവിധയിടങ്ങളിൽ മണ്ണിടിഞ്ഞും മരം വീണും ഗതാഗതം തടസ്സപ്പെട്ടു. മണ്ണിടിച്ചിൽ സാധ്യത കണക്കിലെടുത്ത് ഗ്യാപ് റോഡിൽ ഗതാഗതം നിരോധിച്ചു. മയിലാടുംപാറ രാജാക്കാട് റൂട്ടിൽ മരം വീണ ഇലക്ട്രിക് പോസ്റ്റുകൾ തകർന്നതോടെ വൈദ്യുതി ബന്ധം പൂർണ്ണമായി നിലച്ചു. പുലർച്ചയോടെ മഴയ്ക്കൽപ്പം ശമനമുണ്ടായെങ്കിലും ഇന്നലെ രാത്രിയിൽ അതിശക്തമായ കാറ്റും മഴയുമാണ് മലയോര മേഖലയിൽ രേഖപ്പെടുത്തിയത്. വിവിധയിടങ്ങളിൽ മരമൊടിഞ്ഞു വീണും മണ്ണിടിഞ്ഞും ഗതാഗതം തടസ്സപ്പെട്ടു. പൊന്നിയാർ ആറാംകൂപ്പിന് സമീപം വീടിന് മുകളിലേക്ക് മണ്ണും കല്ലും പതിച്ച് വീട് ഭാഗികമായി തകർന്നു. മൂന്നാർ മാട്ടുപ്പെട്ടി റൂട്ടിലും ഗ്യാപ് റോഡിലും മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇതുവഴിയുള്ള ഗതാഗതം പുനഃസ്ഥാപിച്ചത്. രാജാക്കാട് മയിലാടുംപാറ റൂട്ടിൽ വിവിധയിടങ്ങളിൽ മരം വീണ് വാഹന ഗതാഗതം ഭാഗികമായി നിലച്ചു. നിരവധി വൈദ്യുത പോസ്റ്റുകളും തകർന്നിട്ടുണ്ട്. മേഖലയിൽ വൈദ്യുത ബന്ധം പൂർണ്ണമായും നിലച്ചു. രാത്രിയിൽ ഭയങ്കര കാറ്റും മഴയായിരുന്നു. ഭയങ്കരമായ മഴയത്താണ് ഈ മരം ഒടിഞ്ഞു വീണത്. ഈ മരം ഇതിന് തൊട്ടപ്പുറത്തും മരങ്ങൾ ഒടിഞ്ഞു വീണിട്ടുണ്ട്. അതുകൊണ്ട് വണ്ടിയൊക്കെ വളരെ കഷ്ടപ്പെട്ട് ഇതേ കടന്നു പോകുള്ളൂ. ലോവർ പെരിയാർ വൈദ്യുതി നിലയത്തിൽ വീണ്ടും മണ്ണിടിച്ചിലുണ്ടായി. പാറക്കല്ലുകൾ വീണ് 2 ഫീഡറുകൾ തകർന്നു. 1.5 കോടിയുടെ നഷ്ടമുണ്ടായതായി അധികൃതർ വ്യക്തമാക്കി. മഴ ശക്തമായി തുടരുന്നതിനാൽ ജാഗ്രതാ നിർദ്ദേശവും ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. രാത്രികാല യാത്രാ നിരോധനം നിലനിൽക്കുകയാണ്. ചെറുകിട അണക്കെട്ടുകളിലെ ജലനിരപ്പ് ഉയർന്നു. കല്ലാർകുട്ടി പാമ്പള അണക്കെട്ടുകൾ തുറന്നിരിക്കുകയാണ്. പുഴകളിലും വെള്ളച്ചാട്ടങ്ങളിലും ഇറങ്ങരുതെന്നും ജില്ലാ ഭരണകൂടത്തിന്റെ കർശന നിർദ്ദേശമുണ്ട്. റിപ്പോർട്ടർ ഇടുക്കി.